ഈ സൺ കിസ്ഡ് എന്നൊക്കെ പറയുമല്ലോ, അതുപോലെ റെയിൻ കിസ്ഡ് എന്നും പറഞ്ഞിട്ട് ഒരു വീഡിയോ എടുക്കാനായിട്ട് നോക്കിയതാണ്. പക്ഷെ റെയിൻ കിസ് ചെയ്ത് എന്റെ മുടി മൊത്തം ഒരു പരുവായിട്ടുണ്ടായിരുന്നു. ഇപ്പൊ ഞങ്ങൾ ഒരിടം വരെ പോവാണ്. എവിടെ നിന്നൊക്കെ വഴിയെ പറഞ്ഞുതരാം. പോകാനായിട്ട് റെഡിയായിട്ട് ഇറങ്ങിയത് നല്ല മഴ. എന്റെ അഹങ്കാരത്തിന് ഞാൻ മഴയത്ത് നിന്ന് കുറെ വീഡിയോസ് എടുത്തു. സെറ്റ് ചെയ്തിട്ട് ഹെയർ ഒക്കെ പഴയപടിയായി. കാരണം എന്റെ കയ്യിലിരിക്കുന്ന സ്ട്രൈറ്റൻ വളരെ പുതിയതാണ്. ഒരു 10-15 വർഷത്തെ പഴക്കം അതിന് പറയാൻ കാണും. അതുകൊണ്ട് തന്നെ ഹെയർ സെറ്റ് ചെയ്തിടുമ്പോഴുള്ള കാര്യം പറയണ്ടല്ലോ, 5 മിനിറ്റ് പോലും അതുപോലെ നിൽക്കത്തില്ല. അതുകൊണ്ട് തന്നെ ഹെയർ കൊള്ളായതുകൊണ്ടാണ് ഞാൻ ജസ്റ്റ് ഷോർട്ട് ഹെയർ ആക്കി നോക്കിയത്. പിന്നെ പോയി മുടിയൊക്കെ കെട്ടിയിട്ടാണ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. ഇറങ്ങാൻ നേരം അച്ഛന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു കൊടുത്തു. അതിനുശേഷം ഞങ്ങൾ നേരെ പോണത് എങ്ങോട്ടേക്കാണ് പറഞ്ഞുതരാം. അപ്പൊ നമ്മളിപ്പോ എങ്ങോട്ടേക്കാണ് പോണത് ഉണ്ണിക്കുട്ടൻ? അതെ, നമുക്കപ്പോ കല്യാണത്തിന് പോയി. ലൊക്കേഷനൊക്കെ നമുക്ക് മുൻകൂട്ടി ബ്രൈഡിനെ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞങ്ങളിപ്പോ ആരുടെ കല്യാണത്തിനാണ് പോണെന്നല്ലേ, എന്റെ ഫ്രണ്ടിന്റെ കല്യാണമാണ്. ഞങ്ങൾ ആകെ 2 വട്ടേ കണ്ടിട്ടുള്ളൂ. അപ്പോൾ എങ്ങനെയാണ് ഈ പരിചയം എന്ന് വെച്ചാൽ, ഞാൻ സ്റ്റിച്ചിങ് വീഡിയോസ് ഒക്കെ ആദ്യം നമ്മുടെ ചാനലിൽ ഇട്ട് തുടങ്ങുന്ന സമയത്ത് ഇൻസ്റ്റാഗ്രാമിലാണ് ആൾ എനിക്ക് ആദ്യമായിട്ട് മെസ്സേജ് അയക്കുന്നത്. അങ്ങനെ മെസ്സേജ് അയച്ചു, ആൾക്കൊരു ഡ്രസ്സ് വേണമെന്ന് പറഞ്ഞാൽ അങ്ങനെ അത് ചെയ്തു കൊടുത്തു. അങ്ങനെ 2 വട്ടമാണ് ഞങ്ങൾ കണ്ടിട്ടുള്ളത്. ഒന്ന് മെഷർമെന്റ് എടുക്കാൻ വന്നപ്പോൾ, രണ്ടാമത്തെ വട്ടം ആ ഒരു ടോപ്പ് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അങ്ങനെ ആളുടെ പ്രീ വെഡിങ് റിസപ്ഷൻ ആണെന്ന്. അങ്ങനെ ഞങ്ങളിപ്പോ അങ്ങോട്ടേക്കാണ് പോണത്. അപ്പൊ ഞങ്ങൾ ഏകദേശം എത്താറായിരിക്കാണ് ഗൈസ്. അങ്ങനെ ഫൈനലി ഞങ്ങൾ വീടെത്തി. സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര സന്തോഷമാണ് കേട്ടോ. ഉള്ളത് പറയാലോ, ഓൺലൈൻ വഴി എനിക്ക് കിട്ടിയ ഒരു ഫ്രണ്ടാണിത്. അതായത് ഞങ്ങൾ സംസാരിച്ച് വന്നപ്പോഴത്തേക്കാണ് പല രീതിയിലുള്ള കണക്ഷൻ ഞങ്ങൾക്ക് അറിയാവുന്ന, മ്യൂച്വലായിട്ട് അറിയാവുന്ന കുറെ പേരുണ്ടെന്ന് ഞങ്ങൾക്ക് മനസ്സിലായത്. അങ്ങനെ അവിടെ പോയി ഞങ്ങൾ 2-3 ഫോട്ടോസൊക്കെ എടുത്ത് കുറച്ച് സമയം സ്പെൻഡ് ചെയ്തതിനു ശേഷം നമ്മൾ നേരെ വീട്ടിലേക്ക് പോകണം. വരുന്ന വഴിക്ക് നമുക്ക് 3 കൂട്ടുകാരെ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഒരാൾ ഒരു വഴിയിൽ എത്തിയപ്പോഴത്തേക്ക് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇവരാരാന്ന് വെച്ചാൽ ക്ലാസ് കഴിഞ്ഞ് വരുന്ന 3 കുട്ടികളായിരുന്നു കേട്ടോ. കൊട്ടിയത്തേക്കായിരുന്നു അവർ പോകാൻ നിന്നത്. ബസ്സൊന്നും ഇല്ലാത്തതുകൊണ്ട് അവർ നിൽക്കുന്ന കണ്ടിട്ട് ഞങ്ങൾ നേരെ അവരെയും കൂടി കൂട്ടിക്കൊണ്ട് വന്നു. അങ്ങനെ അവരവരുടെ സ്റ്റോപ്പിൽ ഇറക്കിയിട്ട് ഞങ്ങളും ഇപ്പം നേരെ വീട്ടിലേക്ക് പോകണം. അപ്പം ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെയുള്ളൂ. വേറെ നല്ല വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും. ബൈ.